അണിമ സന്തോഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രയിൽ കണ്ട കാഴ്ചയാണ്. പലരും പറഞ്ഞ അറിവുകളിലൂടെ കേട്ടിട്ടുണ്ട്. അയ്യപ്പ ഭക്തന്മാർ എരുമേലി വഴി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പേട്ടതുള്ളൽ. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പയോടു കൂടിയ അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടതുള്ളൽ. വൃശ്ചികധനു മാസങ്ങൾ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് കോട്ടയം ജില്ലയിലെ എരുമേലി പട്ടണത്തിലാണ് ഈ അനുഷ്ഠാനം നടക്കുന്നത്. ശബരിമലയിൽ ആദ്യമായി വരുന്ന ഭക്തർ ഇവർ കന്നിസ്വാമികളാ എന്ന് വിളിക്കുന്നത്. എന്ത് ഭംഗിയായി ഈ പേട്ടതുള്ളുന്ന കാണാൻ, നമ്മുടെ മനസ്സിനെ തന്നെ കുളിർമയേകുന്നു. പേട്ടതുള്ളുന്ന അയ്യപ്പന്മാരുടെ മുഖത്ത് നോക്കി, മുഖത്ത് ചായം തേച്ച് തടി കൊണ്ടുള്ള ആയുധങ്ങളും ആയി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുള്ള. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇരുവന്റെ അഹന്തയെ വെടിഞ്ഞ് അയ്യപ്പന് സ്വന്തമായി അടിയറവ് വയ്ക്കുക എന്നതാണ്. പേട്ടതുള്ളുന്നവർ അയ്യപ്പ ക്ഷേത്രത്തിലെ വാവരുടെ മോസ്കിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് ഇവർ നദിയിൽ പോയി കുളിക്കുന്നു. കുളി കഴിഞ്ഞ ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്ര ദർശനത്തിന് അയ്യപ്പനിൽ നിന്നും ശബരിമല കയറുവാനുള്ള അനുവാദം വാങ്ങുന്നു. അവിടെ നിന്ന് മുന്നിലോട്ട് പോകുമ്പോൾ വാവര് പള്ളിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാരുണ്ട്. ശബരിമലയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ എരുമേലിയിലാണ് വാവർ പള്ളി. കോട്ടയത്ത് എരുമേലി പശ്ചിമഘട്ടത്തിനടുത്താണ്. അതിനാൽ ഈ സ്ഥലത്തിന് വളരെ അനുകൂലമായ കാലാവസ്ഥയും വർഷം മുഴുവനും ഗണ്യമായ അളവിൽ മഴ ലഭിക്കുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ആഗോളതലത്തിൽ ഏറ്റവും ആദരണീയമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ശബരിമല തീർത്ഥാടകർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അധിപനായ അയ്യപ്പനെ സന്ദർശിച്ചതിനു മുമ്പ് കേരളത്തിലെ വലിയ പള്ളികളിലൊന്ന് സന്ദർശിക്കണം. ത്രിമൂർത്തികൾ, 2 ദേവന്മാരുടെ ദിവ്യമായ സംയോജനത്തിൽ നിന്നാണ് അയ്യപ്പൻ ജനിച്ചത്, ശിവനും വിഷ്ണുവും. അയ്യപ്പൻ തൻ്റെ പ്രിയ സുഹൃത്തായ വാവർക്കായി ഒരു ചെറിയ പുണ്യസ്ഥലം നിർമ്മിച്ചിരിക്കുന്നു. തുടക്കത്തിൽ ഒരു ഓലമേഞ്ഞ കുടിലായിരുന്നു അത്. പിന്നീട് ഗംഭീരവുമായ സ്ഥലമായി മാറി. ക്ഷേത്രത്തിൽ ധാരാളം താഴികക്കുടങ്ങളും മിന്നാരങ്ങളും ഉണ്ട്. ഒരു വലിയ പ്രാർത്ഥനാ ഹാളും കൂടാതെ നിരവധി മുസ്ലിങ്ങൾ ദിവസങ്ങൾ 2 തവണ പ്രാർത്ഥിക്കാൻ വാവര് പള്ളിയിൽ എത്തുന്നുണ്ട്. ഭഗവാൻ അയ്യപ്പ ഭക്തൻ പ്രധാന പ്രാർത്ഥനാ ഹാൾ പ്രവേശിക്കുന്നില്ല. പകരം ചുണ്ടിൽ പ്രാർത്ഥനയോടെ അതിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. തുടർന്ന് അവരുടെ അന്ത്യാധിക ലക്ഷ്യത്തിനായി ശബരിമലയ്ക്കും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും നീങ്ങുന്നു. വാവർ പള്ളിയിൽ ദൈനംദിന ചടങ്ങുകൾ നടത്തുന്ന ഒരു മുസ്ലിം പുരോഹിതനാണ്.
പന്തളം രാജാവിൻ്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് വാവർക്ക് പള്ളി പണിയാൻ നിർദ്ദേശം നൽകിയതായി ഒരു വിശ്വാസമുണ്ട്. വാവർക്ക് എന്തെങ്കിലും വഴിപാട് നടത്തണമെങ്കിൽ കുരുമുളകും പച്ചമുളകും നെയ്യും നാളികേരവും കൊടുക്കാം. അയ്യപ്പൻ്റെ വിജയങ്ങളിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്ന വാവരുടെ ബഹുമാനാർത്ഥമായ വാവർ മസീദ് നിർമ്മിച്ചത്. അവർ പങ്കിട്ട അഗാധമായ സ്നേഹത്തിൻ്റെ ഉത്തമ സ്മാരകമാണ് ഈ ആരാധനാലയം.